മിന്നാമിനുങ്ങേ മിന്നാമിനുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞേ മിന്നാമിനുങ്ങേ മിന്നാമിനുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞേ കൂരിരുൾ കാട്ടിൽ നിന്നമ്മയുണ്ടോ അക്കരെ കുന്നിൽ നിന്നച്ഛനുണ്ടോ എല്ലാവർക്കും സ്വാഗതം. സമയം ഇപ്പം 3 മണിയാണ് കേട്ടാ. ഇപ്പം ഈ 3 മണിക്ക് എന്താ നിങ്ങളെ ഈ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. ഒരാളെ ഞാൻ കാണിച്ചു തരാം കേട്ടാ. എന്താ 3 മണിക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ പട്ടികൾ പറിക്കുന്ന എന്തിനാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുക. അടുക്കളയിലെ പിശാശി വരെ ഉണ്ടോണ്ടിരിക്കുക. ഇതൊക്കെയാണ് തോന്നുന്നത്. പിശാശി 2 മണിക്കൂർ വിളിച്ചു എഴുന്നേറ്റില്ല. ഉറക്കാൻ എന്നോട് അത്തിപ്പോയിട്ട് വെള്ളം വെച്ചോൻ പറഞ്ഞു. ഞാനിവിടെ പറഞ്ഞു 3 മണിയിൽ വീണ്ടും വിളിച്ചു. അപ്പോൾ ഇതും എൻ്റെ അടുത്ത് തല്ലുണ്ടാക്കി എഴുന്നേറ്റ് വന്നിട്ട് സെറ്റ് ചെയ്ത് വരും. ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ സാധനം ഇവിടെ ഇരിക്കുക. ഫ്രൂട്ട്സിൻ്റെ പാത്രം ചോദിച്ചു. ഏട്ടൻ പാത്രം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചു. ഞാൻ എങ്ങും മാറ്റി വെച്ചിട്ടില്ല. ഞാൻ വിളിച്ചോടുന്ന് കാണിച്ചു കൊടുത്തു. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിട്ടത് ഇവിടെ ഇരിക്കണെന്ന് പറയും. അപ്പോൾ അവൻ പറഞ്ഞ അവനെ വെച്ചായിരുന്നു. നല്ല വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകണം എന്തോ ചോദിച്ചിട്ട് ഇവിടെ വെച്ചാണ്. പിന്നെ എഴുന്നേറ്റപ്പോൾ പട്ടികൾ ചുറ്റും. ഇവിടുന്ന് വരാം. അപ്പം ഇതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എഴുന്നേക്കാത്ത എനിക്ക് പേടിയാ. ഞാൻ വല്ല ചത്ത് കഴിഞ്ഞാൽ വീണ്ടും വേറെ നല്ല അവിടെ നിന്ന് തിളക്കുന്നത് പല്ലേക്ക് വാ. മനസ്സിലായി എന്നെ പേടിപ്പിച്ച് പോന്നിട്ട് കുറെ കെട്ടാനല്ലേ പറ്റി. അപ്പോൾ പല്ലേക്കട്ടെ കേട്ടാ. പല്ലേച്ചിട്ട് വേഗം വരാം. ഓക്കെ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് എൻ്റെ ആദ്യത്തെ പരിപാടി ഇപ്പോൾ ഞാൻ മുടിയൊക്കെ മടഞ്ഞു വെക്കും. അതൊക്കെ ഒന്ന് അയച്ച് ശരിയാക്കലാണ്. എന്തോ മുടി ആകെ ചിക്ക് വരണ പോലെ എനിക്ക് തോന്നുക. ഭയങ്കര ഡ്രൈ ആയ പോലെ. അപ്പോൾ ഞാൻ മുടി മടഞ്ഞു വെക്കും. അപ്പോൾ പിന്നെ ഒരുപാട് ചിക്ക് വരില്ല. ഞാനിപ്പോൾ കാത്തുവിനെ പിടിച്ച് അങ്ങോട്ടും തിരിയുമ്പോൾ ഇങ്ങനെ മുടി ഉടഞ്ഞുറഞ്ഞിട്ടാണ് തോന്നുന്നു ഭയങ്കര ചിക്ക് വരിക. കാത്തു മുറക്കാണ്. അപ്പോൾ ഒരു 2 മണി 2:30 ടൈമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏട്ടൻ നഖം വളർത്തിയ പോലെ കുറേ നഖം വന്നിട്ടുണ്ട്. വളർത്തിയല്ല എൻ്റെ കൈമ ഒരു ടൈമായി അങ്ങനെ കൈമത്തെ തൊലി മൊത്തം പോകും കേട്ടോ. അപ്പോൾ അതിന് ഭയങ്കര ചിട്ടുനീറ്റും കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നഖം വെട്ടാതിരുന്നാണ് അവന് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഷൂട്ടാകുമ്പോൾ അവൻ്റെ കൈയൊന്നും വൃത്തികേടായിട്ട് കാണുന്നത് ഇഷ്ടമല്ല. അപ്പോൾ വേഗം നഖം വെട്ടലും പരിപാടിയിലാണ്. അപ്പോഴേക്ക് ഞാൻ കുളിച്ചിട്ട് വന്നു. അപ്പം എൻ്റെ മുടിയുമ്പോൾ ക്ലിപ്പ് ഉണ്ടെന്നാണ്. പക്ഷേ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ആൻ്റെ എറിഞ്ഞാണ് നേരെ എൻ്റെ തലയിലുണ്ട്. അതാണ് ഞാനിങ്ങനെ പിന്നെ ഞാൻ കുഴപ്പമില്ല. അപ്പം അതാണ് സെറ്റ് എന്ന് പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞു ഞാൻ ചായ വെച്ചിട്ട് വേഗം പുട്ടിയിടാൻ പോട്ടെ എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉറക്കപ്പിച്ചൊക്കെ ഒന്ന് മാറി കുളി കഴിഞ്ഞോട് കൂടിയിട്ട് ഞങ്ങൾ ചായ വെക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളെ ഞാൻ പാൽ ചായ കുടിക്കാൻ ഭയങ്കര ആഗ്രഹം തോന്നും എനിക്ക്. അതുപോലെ കഴിഞ്ഞിട്ട് ഇന്നാൾ വല്യമ്മ വന്നപ്പോൾ ഞാൻ വല്യമ്മയ്ക്ക് പാൽ ചായ വെച്ചു കൊടുത്തു. അപ്പോൾ വല്യമ്മ പറഞ്ഞു ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ പൊന്നോ, നല്ല രസമുണ്ട് ചായ വെച്ചത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തൊട്ട് തുടങ്ങി അവൻ്റെ പരിപാടി. നീ ഇത്ര നല്ല ചായക്ക് വെച്ചിട്ട് എനിക്ക് വെച്ചെന്നില്ലല്ലോ എന്ന്. വല്യമ്മ നിന്നെ നന്നായി പുകഴ്ത്തിയില്ലോ, നല്ല ചായ തോന്നണു, നീ എനിക്ക് വെച്ചെന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ അവന് പാൽ ചായ വെച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ശബ്ദം കേൾക്കും. അത് അമ്മ ഉണ്ണികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവന് ഏറ്റവും ഇഷ്ടം ഞാൻ പറഞ്ഞിട്ടില്ല ഏലക്കായ ഇട്ട ചായകളാണ്. പാൽ ചായയും കട്ടൻ ചായയും അവന് ഏലക്കായ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞ് അവൻ്റെ കൂടെ കൂടി പിന്നെയാണ് ഈ ചായയിൽ ഏലക്കായ ഇടുന്ന ശീലം തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ ഏലക്കായ കണ്ടാൽ ഞാൻ എന്തായാലും ഏലക്കായ ഇടും കേട്ടോ. അതിന് പ്രത്യേക ടേസ്റ്റാണ്. നമ്മളതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കയ്യബദ്ധം പറ്റിയാലും ഏലക്കായ മാനേജ് ചെയ്ത് കൊണ്ടുപോയിക്കോളും. അവനോട് ചായ വയ്ക്കാൻ പോകുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പുതിയ മേടിച്ച ചെറിയ ഗ്ലാസ്സിലും മതി. ഞാൻ പുതിയതിപ്പോൾ മേടിച്ചു കൊടുന്നാട്ടെ ചെറിയ ഗ്ലാസ്, അതിലും മതി, എനിക്ക് വലിയ ഗ്ലാസ്സിൽ വേണ്ടാന്ന്. അപ്പോൾ ഞാൻ ചായ കാറ്റുള്ള കപ്പുകളും കഴിഞ്ഞ് നോക്കുകയാണ്. എൻ്റെ കയ്യിൽ വലിയ കപ്പുകളൊന്നും ഇല്ല. വീട്ടിലാകുമ്പോൾ വലിയ കപ്പ് ഉണ്ടാകുമ്പോൾ 2 ആറ്റാറ്റി റെഡിയാവും. അപ്പോൾ ഞാൻ തൽക്കാലം ചെറിയുള്ള കപ്പ് കൊണ്ട് ശരിയാക്കാമെന്ന് വെച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഏകദേശം പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിക്ക് നമുക്ക് ചായയിലിട്ട് കൊടുക്കാം. പിന്നെ അവന് നോർമലി പുറത്തുനിന്ന് ചായ കുടിക്കുമ്പോൾ കടുപ്പം കുറവാണ്. പക്ഷെ എനിക്ക് കടുപ്പുള്ള ചായ ഇഷ്ടം.
കുറച്ച് കടുപ്പത്തിൽ നല്ല മധുരത്തിലുള്ള ചായയാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കടുപ്പത്തിൽ ഉണ്ടാക്കും, പക്ഷെ അവനും അത് ഇഷ്ടാട്ടാ. അവൻ പുറത്തുനിന്ന് തോന്നുന്നു ലൈറ്റായിട്ട് കുടിക്കാറ്, ഞാൻ ഉണ്ടാക്കുമ്പോൾ കടുപ്പുള്ള ചായ കുടിക്കാറുണ്ട്. അവൻ നല്ല ടേസ്റ്റിന് എന്നുണ്ടെങ്കിൽ ഉമ്മയൊക്കെ തന്നു വിട്ടാ. അപ്പോൾ ഞാൻ ചായയിലൊക്കെ ഇട്ട് ചായ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഈ ചായ വയ്ക്കാൻ പോകാണ്ട് മുന്നേ അവൻ എന്നെ കുറേ പുകഴ്ത്തിണ്ടായിരുന്നു, വലിയമ്മ സൂപ്പറായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പുകഴ്ത്തിണ്ടായിരുന്നു. ശരി, ഇത് ഫ്ലോപ്പ് ആവുമോ എന്നുള്ള ടെൻഷൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മളോട് ഇങ്ങനെ വല്ലതും പറഞ്ഞ സാധാരണ ആ കേസ് ഫ്ലോപ്പ് ആവാറാണ് പതിവ്. പക്ഷെ എന്തൊരു ഭാഗ്യത്തിന് അവന് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. 2-3 ഗ്ലാസ് ചായയൊക്കെ കുടിച്ചുട്ടോ. ഇത് അത്യാവശ്യം ചായ ഉണ്ടായിരുന്നു. പിന്നെ ഗ്ലാസ് ചെറുതായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ചായ കിട്ടും. അപ്പം ഞാൻ മേക്കപ്പ് ചെയ്ത് തീരുന്ന ടൈമിൻ്റെ ഉള്ളിൽ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി ചായ എടുത്ത് കുടിക്കില്ല എന്ന് എൻ്റെ മെയിൻ പരിപാടി. ഈ ഒരു കപ്പ് ഇതിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ പിന്നെ വലിപ്പം തോന്നുന്നുണ്ട്, ചെറിയ കപ്പാട്ടാ. ആ ഒരു കപ്പ് കൊണ്ട് ഈ 2 ഗ്ലാസ്സിൽ ചായ കിട്ടി. അപ്പോൾ എത്രത്തോളം ചായ അതിൽ കൊള്ളുമെന്ന് നമുക്ക് ആലോചിച്ചറിയാമല്ലോ. അത്രയും കുറച്ച് ചായ അതിൽ കൊള്ളുള്ളൂ. പക്ഷെ അവനിങ്ങനെ ചെറിയ ഗ്ലാസ്സിൽ ഇങ്ങനെ ചായക്കടയിലൊക്കെ പോയി കുടിക്കുമ്പോൾ പണ്ടത്തെ ഓർമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ചിലത് ഇങ്ങനത്തെ പ്രാന്തൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ മേടിച്ചാണ് ഈ ചെറിയ ഗ്ലാസ്. അപ്പം ഞാനിങ്ങനെ ഒഴിക്കുന്ന വീഡിയോ എടുത്താട്ടെ. പുതിയ ഗ്ലാസ്സും പിന്നെ നല്ല ഭംഗിയുണ്ട്, സത്യത്തിൽ ഗ്ലാസ് കാണാൻ ഭംഗിയുണ്ട്. അങ്ങനെ അപ്പോഴേക്കും എന്താ ഏട്ടൻ്റെ കുള്ളി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏട്ടന് ചായ കൊണ്ടുകൊടുക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ കുള്ളി കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടനുള്ള ചായ ആയിട്ട് ഞാൻ ചെന്നു. അവന് ചായ കൊടുത്തു. അപ്പം പറഞ്ഞിട്ടുണ്ട് മേക്കപ്പ് ചെയ്യണ്ട, നേരം വഴുകിന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ചായ കുടിച്ചിട്ട് മേക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഇടയിൽ ചായ സൂപ്പറാന്ന് പറഞ്ഞിട്ടാ എനിക്ക് ഈ ഉമ്മ തന്നത്. അവന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ വല്ലതും ഉണ്ടാക്കിയിട്ട് അവന് ഇഷ്ടപ്പെട്ട അവനിക്ക് ഇതേപോലെ ഉമ്മയൊക്കെ തരും. നല്ലതെന്ന് പറയാനുള്ളൊരു മൈൻഡ് തന്നെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെന്ന് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയാലും അവൻ നല്ലതെന്ന് പറയും തോന്നുന്നു. കാരണം ഞാൻ എന്തുണ്ടാക്കിയാലും അവൻ നല്ലതെന്ന് പറയാറുണ്ട്. അത് ചിലപ്പോൾ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നതും ആവാം. അങ്ങനെ വർക്കിൻ്റെ മെസ്സേജുകളും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ അവരുടെ അടുത്ത് പോയി നിന്നിട്ട് ഇതെന്താന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനല്ല, അവനാണ് വർക്കിൻ്റെ എല്ലാ കാര്യവും ഡീൽ ചെയ്യണ ആൾ കേട്ടോ. ഒക്കെ നോക്കുന്നു, റിപ്ലൈ കൊടുക്കുന്നതൊക്കെ അവനാണ്. അപ്പോൾ അവൻ എനിക്കിങ്ങനെ ആ വെഡ്ഡിങ് അടുക്കും തോറാണ് ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ ഫോട്ടോയൊക്കെ കാണിച്ചു തരിക. അതിപ്പോൾ നാളെ മറ്റൊന്ന് വർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ 2 ദിവസം മുന്നേ തലേദിവസമായിട്ട് കാണിച്ചിട്ടും പറഞ്ഞാൽ ഇതാണ് പെൺകുട്ടി, ഇയാൾക്ക് എന്തെങ്കിലും ചെയ്യാണ്ടോ എന്നൊക്കെ ചോദിക്കും. കാരണം മുൻകൂട്ടി എനിക്ക് കാണിച്ചു തന്നിട്ട് കാര്യം ഞാൻ മറക്കും. കാരണം നമ്മളൊരു വീട്ടമ്മയാകുമ്പോൾ നമ്മളെ മൈൻഡിൽ ഒരുപാട് ടെൻഷനും കാര്യങ്ങളുണ്ടാവും. അപ്പം എന്ത് പറഞ്ഞാലും നമ്മൾ ഓർത്ത് വയ്ക്കില്ല, മറക്കും. കാരണം കുട്ടിയുടെ കേസ്, വീട്ടിലത്തെ കേസ്, അങ്ങനെ ഒരുപാട് ചിന്തകളുണ്ടാവും. അവനാകുമ്പോൾ അവൻ ഭയങ്കര ശ്രദ്ധയാണ് വർക്കിൻ്റെ കേസിൽ. എന്തിലും ശ്രദ്ധയില്ല, അവൻ വർക്കിൻ്റെ കേസിൽ ഭയങ്കര ശ്രദ്ധയാട്ടാ. എനിക്കെന്തോ ഒരു ദിവസം എൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. അതെൻ്റെ അച്ഛനമ്മടക്കം പറയും, പൊന്നു മാത്രമാണ് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയെന്ന് വെച്ചാൽ ആൾക്ക് ഇത്രയും വിജയിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ എബിൻ്റെ ഒരു കഴിവ് തന്നെയാണ് പൊന്നിന് ഇത്രയും വർക്ക് കിട്ടിയതെന്ന് പറയുന്നു. കാരണം അവൻ തന്നെയാണ് എല്ലാവരോടും സംസാരിച്ച് വർക്കെല്ലാം ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവൻ തന്നെയാണ്. അതിൽക്കൊന്നും ഞാൻ ഇടപെടാറില്ല കേട്ടോ. ചിലപ്പോൾ എൻ്റെ ഫോണിലേക്ക് എന്നെ അറിയണവരൊക്കെ എന്നെ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ പറയും 1 മിനിറ്റ് ഞാൻ പാക്കേജൊക്കെ എൻ്റെ വർക്കിൻ്റെ ഫോണൊന്ന് അയക്കട്ടെ, എന്നിട്ട് അയച്ചു തരാം. ഞാൻ ആ വശത്തിൽ നോക്കാത്തന്നെ എൻ്റെ ഫോണിൽ ഇല്ല ഇതൊന്നും. അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഫേസ് ലെയർ ഉണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഷൂട്ട് തലേദിവസമാണ് പ്ലാൻ ചെയ്തത്. തലേദിവസം ഒരു 10 മണിക്കാണ് ഷൂട്ട് പ്ലാൻ ചെയ്തത്. ആ ടൈമിൽ വീട്ടിലായതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോന്നു. ഒരു സാരി എടുത്തുകൊണ്ട് പോന്നു എൻ്റെ. പക്ഷേ ഞാൻ സാരി മാറ്റിയിട്ട് പാവടയും ബ്ലൗസ് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഫേസ് ടയറും കാര്യവും കളയണമല്ലോ. അതൊന്നും ഞാൻ തലേദിവസം ഒന്നും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. 2 മണിക്ക് എഴുന്നേക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ കിടന്നുറങ്ങി. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഉറക്കത്തിൽ പെടാൻ ചാൻസ് ഉണ്ട് നേരം വഴിക്ക് ഇടുന്ന. പിന്നെ ഫേസ് ടയറെല്ലാം കളഞ്ഞു. ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് പൊടി ഇട്ട് കൊടുത്തു. ആകെ മീശമേനെ കുറച്ച് ഹെയറേ ഉള്ളൂ, ബാക്കിയൊക്കെ ഞാൻ ഇടയ്ക്ക് റിമൂവ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഞാൻ ടോണർ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഏറ്റവും ഗസ്റ്റ് മേക്കപ്പിൻ്റെ പ്രൊഡക്റ്റുകളും മാത്രം വെച്ചിട്ടാണ് ഇന്ന് മേക്കപ്പ് ചെയ്യുന്നത്. ഫൗണ്ടേഷനും ലിപ്സ്റ്റിക്കും അങ്ങനെ 1-2 സാധനം മാത്രമേ നല്ലത് എടുത്തുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ നോർമൽ ഗസ്റ്റ് മേക്കപ്പിൻ്റെ പ്രൊഡക്റ്റുകളാണ് ഞാൻ എടുത്തിരുന്നത്. ജസ്റ്റ് ഷൂട്ടല്ല, നമുക്ക് ഒരുപാട് ലോങ് ലാസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ടല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷേ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അന്ന് വൈകിട്ട് 6:45 ഇതുവരെയ്ക്ക് എൻ്റെ മേക്കപ്പിന് ഒരു പ്രശ്നവും വന്നിട്ടില്ല കേട്ടോ, അതും പറയണമല്ലോ. ഞാൻ പുലർച്ചെ ഒരു 3 മണി 4 മണി അതിൻ്റെ ഈ മേക്കപ്പ് ചെയ്യണ വീഡിയോ ഞാൻ എടുക്കുമ്പോൾ അപ്പം സ്റ്റാർട്ട് ചെയ്ത മേക്കപ്പിൻ്റെ ലുക്ക് എങ്ങനെ പോലും ഒരു 4:30 എനിക്ക് എൻ്റെ മേക്കപ്പ് ഫുള്ളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ വൈകിട്ട് 6:30 6:45 ഇതുവരെയ്ക്ക് എൻ്റെ മേക്കപ്പിന് ഒരു പ്രശ്നം വന്നിട്ടില്ല കേട്ടോ. നോർമൽ ഗസ്റ്റ് മേക്കപ്പിൻ്റെ പ്രൊഡക്റ്റുകളാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തിരുന്നത്.
പക്ഷെ എന്നാലും കുഴപ്പമൊന്നും വന്നിട്ടില്ല. പിന്നെ മോയ്സ്ചറൈസറും പ്രൈമർക്ക് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ സ്കിന്നിന് നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഉറങ്ങി എഴുന്നേറ്റതിൻ്റെയൊക്കെ തോന്നുന്നു എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ട്, ഉറക്കൊന്ന് റെഡി ആവത്തിന്. അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ ഫേസ് തന്നെ ഞാൻ അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു മൈൻഡ് കൊണ്ട് ഓക്കെ എന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനത്തെ വല്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ദിവസം വരുന്നത് അതുമ്പോൾ ഇങ്ങനെ ഒരു 3-4 വട്ടം ഞാൻ ചെയ്തുകൊണ്ടേ ഇരിക്കും. പിന്നെ ഐബ്രോ ഫില്ല് ചെയ്യണം. എനിക്ക് അത് ഐബ്രോ ഫില്ല് ഒരുപാടില്ല, കാരണം ഉള്ള കുറച്ച് ഡാർക്കായിട്ടാണ്. അപ്പം അത് നന്നായി ഫില്ല് ചെയ്ത് ഭയങ്കര ബോറായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക, ഏതെങ്കിലും ഗ്യാപ്പിന് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഒരു ഓപ്ഷൻ മാത്രമേ എനിക്കുള്ളൂ. പിന്നെ വന്നൊരു കുറച്ച് പിരികത്തെ ഹെയറൊക്കെ ഞാൻ ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ റൂമിൽ വന്നിരുന്നിട്ട് എൻ്റെ മേക്കപ്പ് നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ ചോദിച്ചു, നീ എന്ത് ഈ മേക്കപ്പ് നോക്കിയിരിക്കുന്നത്, നിനക്ക് റെഡി ആയിക്കൂടെ വെച്ച് പറഞ്ഞു. എനിക്ക് ആകെ 10 മിനിറ്റത്തെ പണിയുള്ളൂ, നിൻ്റെ അത്ര പണിയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കി. അതിൻ്റെ ഇടയിൽ പറഞ്ഞു, ഈസിയുടെ തണുപ്പ് പോകണമെന്ന് ഞാൻ ഡോറ് നടച്ചിരുന്നിട്ട് വീണ്ടും എനിക്ക് പണിയൊന്നും അല്ലെങ്കിലേ എനിക്ക് തീരെ വയ്യായിരുന്നു. രാവിലെ എഴുന്നേറ്റ് തൊട്ട് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളാണ്. സാധാരണ ഇങ്ങനെ നല്ല ഷൂട്ടും കാര്യമുണ്ടെങ്കിൽ ഞാൻ ചായ വെക്കാനോ കുടിക്കാനോ ഒന്നും നിൽക്കാറില്ല, വേഗം റെഡിയായി പോകാനോ നോക്കാറ്. പക്ഷേ എനിക്കിപ്പോൾ രാവിലെ എന്നിട്ട് ചായ എന്തെങ്കിലും കുടിച്ചാൽ എനിക്ക് ആകെ വയ്യാത്തൊക്കെ പോലെ ഭയങ്കര ദേഷ്യം വരും കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പം രാവിലെ എഴുന്നേറ്റ് പോയിട്ട് ഞാനോട് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം ഞാൻ വിളിച്ച് എഴുന്നേൽപ്പിച്ചു, ഏട്ടാ എഴുന്നേക്കെന്ന് പറഞ്ഞു, നീ പോയിക്കോ ചൂടുവെള്ളം വെച്ചോ പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് പേടി, നീ വരുന്നുണ്ടോയെന്ന് വെച്ചിട്ട് അപ്പോൾ ഞങ്ങളൊരു അടി കഴിഞ്ഞു. അടിയെന്നല്ല ഇങ്ങനെ ചൊറിഞ്ഞു. അത് കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് വന്നു, അവൻ സെറ്റ് ചെയ്യുമ്പോൾ വന്നിരുന്നു. ഞാൻ പോയി ചൂടുവെള്ളം വെക്കണതിൻ്റെ ഇടയിൽ ഞാൻ സാധാരണ വെക്കുന്ന ഫ്രൂട്ട്സ് ഡപ്പ മാറിയിരിക്കണം. അപ്പോൾ ചേട്ടാ ഇത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചപ്പോൾ അവൻ പറഞ്ഞു ഇല്ല പറഞ്ഞു. പിന്നെ എനിക്ക് പേടിയായി, ഞാൻ വെച്ച സ്ഥലത്തല്ല, പിന്നെ നേരത്തെ ഞാൻ ഇവിടെ ഇല്ല വെച്ചിട്ടുണ്ടായിരുന്നു, എന്തോ കാര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഭ്രാന്ത, ഞാൻ നേരത്തെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് വെച്ചതാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളൊന്ന് ചൊറിഞ്ഞു. എനിക്കിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞതായിട്ടും കേട്ട് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അങ്ങനത്തെ കുറച്ച് സൈക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതാ അങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു പാട്ട് കൊടുക്കാം, കാരണം മേക്കപ്പിന് എൻ്റെ ഇടയിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇപ്പോൾ ഈ വർക്കിൻ്റെ അങ്ങനെ ഓരോന്നും പോയിൻ്റിൽ പറയാനാണെങ്കിൽ ഞാൻ ഫുള്ളും അങ്ങനെ എടുത്തിട്ടും ഇല്ല. കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് മേക്കപ്പ് വീഡിയോ ചെയ്യുമോ ചേച്ചി, വർക്കിൻ്റെ പ്രൊഡക്റ്റുകൾ വെച്ച് മേക്കപ്പ് വീഡിയോ ചെയ്യുമെന്ന്. ഒന്നാമത്തെ ദിവസം ഞാൻ അങ്ങനെ വല്ല പരിപാടികൾക്ക് മാത്രമാണ് ഞാൻ ആ പെട്ടി തുറക്കാറുള്ളൂ. അങ്ങനെ ആ പരിപാടികൾ ടൈം ആകുമ്പോൾ നമ്മളൊന്നില്ലെങ്കിൽ ഉണ്ണീരെ പിന്നാലെ തിരക്ക്, അതിന് തിരക്കിൻ്റെ ഇടയിൽ ഞാൻ മേക്കപ്പ് ചെയ്യാറ്. അത് എൻ്റെ ഇഷ്ടം പോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ എടുത്ത് ചെയ്യുന്നല്ലാതെ നമ്മൾ ബ്രൈഡിന് ചെയ്യണ പോലെയോ അങ്ങനെ ഒരു പ്രോപ്പറായിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യാറില്ല. അപ്പം അതുകൊണ്ടാണ് എനിക്ക് അതിനെ വീഡിയോ എടുക്കാൻ പറ്റാത്തത്. ഇന്ന് പോലും ഞാൻ ഈ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ 2 വട്ടമൊക്കെ നമ്മൾ കാത്തുമ്പോൾ 2-3 വട്ടം കാത്തുമ്പോൾ എഴുന്നേറ്റ് അവൾ അവൾക്ക് പാല് കൊടുത്തു. ഞാൻ അപ്പോൾ പാല് കൂടി കുറച്ചുകൊണ്ട് അവൾക്ക് പാല് കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ അവൾ എഴുന്നേറ്റിരുന്ന പിന്നെ എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ അലമ്പുണ്ടാക്കും. അപ്പോൾ അവൾ എത്രയും പെട്ടെന്ന് പാല് കൊടുത്ത് ഉറക്കുക എന്നുള്ളൊരു ഒറ്റ ഓപ്ഷനേ നമ്മളെ മുന്നിലുള്ളൂ. അപ്പോൾ അതാ അതിൻ്റെ ഐ മേക്കപ്പ് കഴിഞ്ഞ് ലുക്കാട്ടത്. ഇത് ശരിക്കും ലൈറ്റ് ഉള്ളതുകൊണ്ട് കറക്റ്റ് അറിയണില്ല, പക്ഷെ നെയ്റ്റാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്നൊക്കെ ഏട്ടൻ പറഞ്ഞു. ഞാൻ ചുമ്മാ ഇങ്ങനെ എടുത്ത് വീഴ്ച വീഡിയോ കേട്ടോ. പിന്നെ അതാ ഞാൻ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേക്കപ്പ് വേഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സച്ചുവിനെ വിളിച്ചപ്പം പറഞ്ഞു ഞാൻ എത്താറായി, കുന്നംകുളം എത്തിയിട്ട് പറഞ്ഞു. ആ ടൈമാണിതാണ്, ഞാൻ ഡ്രസ്സ് പോലും മാറിയില്ല. പിന്നെ അവൻ എൻ്റെ ഞങ്ങളെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും എൻ്റെ ഡ്രസ്സ് മാറലും എല്ലാം കഴിഞ്ഞു. എൻ്റെ ഇടയിൽ നമ്മളെ കാത്തുമ്പോൾ എഴുന്നേറ്റു. അപ്പം ഞാൻ ആദ്യം തട്ടി ഉറക്കാൻ പറ്റുമോ നോക്കി, അപ്പോൾ റെഡിയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഏട്ടാ നീ ഒന്ന് വീഡിയോ ഓഫ് ചെയ്യും, ഞാൻ കാത്തുമ്പോഴേക്ക് പാൽ കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് കേട്ടാ. അങ്ങനെ ഇതാ എൻ്റെ ഫേസ് മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞോളൂ. ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടെന്ന്. എനിക്ക് അവൻ പറഞ്ഞാലാണ് ഞാൻ മൊത്തത്തിലാക്കിയോ. അത് എൻ്റെ വർക്കിൻ്റെ കേസിലാണെങ്കിലും ഞാൻ വർക്ക് കഴിഞ്ഞാൽ ആദ്യം അവനോട് ഏട്ടൻ ചോദിക്കാം. ബ്രൈഡ്സിനോട് ചോദിക്കാട്ട് ഫസ്റ്റ് ഞാൻ അവനോട് ചോദിക്കാട്ടെ ഓക്കെ അല്ലേ, അവ ഓക്കെ പറഞ്ഞത് ഓക്കെ ആണ്, അതിൽ പിന്നെ ഒരു ഡൗട്ടും ഇല്ല. അത്രയും പക്കയായിട്ടാണ് കാര്യങ്ങൾ പറയുള്ളൂ. അതിപ്പോൾ നമുക്കൊരു ഓർണമെൻറ്റ്സ് എടുക്കാനാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും അവൻ്റെ അഭിപ്രായം നോക്കി എടുക്കുകയാണെങ്കിൽ സെറ്റായിരിക്കും, ഏത് ഡ്രസ്സിനും വെച്ചിരിക്കും. അത് ഞാൻ പറയും നീ ജ്വല്ലറി ഫീൽഡായി നിന്നുകൊണ്ടായിരിക്കും നിനക്ക് ഇത്ര സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്നൊക്കെ പറയും. ഇന്നിക്കുള്ള മാലൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഷോപ്പിൻ്റെ ചാവിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പോണ ഒഴിക്കണം മാലയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഏട്ടനെ തന്നെയായിരുന്നു ആ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടായത്. കാരണം കാത്തും ഉറങ്ങണമെങ്കിൽ ഞാൻ കാത്തുമേനെ വെച്ച് വണ്ടിയിലിരുന്നോളാം, നീ പോയിട്ട് ആ മാലയൊക്കെ എടുത്തോടെ തന്നാൽ മതി, നിനക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തെടുത്തോളാം പറഞ്ഞു. അതേപോലെ തന്നെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഷൂറിൻ്റെ ഇടയിൽ എന്നെ നോക്കി നോക്ക് അടിപൊളി മാലയ്ക്കാട്ടോ അവൻ എനിക്ക് എടുത്തു കൊടുക്കുന്നത്. ശരിക്കും ഡ്രസ്സിന് നല്ല മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഡൗൺ എടുക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഈ ഷാളിൻ്റെ ചെറിയ പീസ് എവിടെയോ പോയിരിക്കുന്നു, അതുകൊണ്ട് തീരെ നീളം കിട്ടുന്നില്ലായിരുന്നു.
പിന്നെ ഞാൻ ധാവണി എന്നുള്ള പ്ലാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. വെറുതെ ഞാൻ കഷ്ടപ്പെട്ട് ഞെറിഞ്ഞ് ഒക്കെ എടുത്ത് ഞെറിയുമ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നിയിട്ടോ എനിക്ക് വട്ടത്തി ലെങ്ത്തില്ലാത്ത പോലെയൊക്കെ എടുക്കുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ഒരുപാട് എടുക്കാൻ നിന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ വട്ടെത്തി ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ആഗ്രഹത്തിൽ ഞാൻ ഡാവണി ആയിരുന്നു. പക്ഷേ ഡാവണി എടുക്കാൻ പറ്റിയില്ല. ഞാൻ പിന്നെ പാവടയും ബ്ലൗസാക്കി അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ ഇപ്പോൾ തടി വെച്ചതിന് ശേഷം ഞാൻ അങ്ങനെ പാവടയും ബ്ലൗസൊന്നും ഇടാറില്ല. എനിക്ക് അത്യാവശ്യത്തിന് ഏറെ വയറുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഇടാൻ മടി. പക്ഷെ അമ്മ പറയും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, അതൊന്നും ബോറൊന്നുമല്ല. പക്ഷേ എനിക്കെന്തോ പോലെയാണ്. അവനും കുഴപ്പം തോന്നാറൊന്നുമില്ല കേട്ടോ. എനിക്കാണ് എൻ്റെ സൈക്കോ, എൻ്റെ ഒരു ഭ്രാന്ത് എന്നൊക്കെ പറയാം. അപ്പം അതങ്ങനെ ഞാൻ എങ്ങനെയുണ്ട് ഏട്ടാന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മൾ സച്ചു എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ സച്ചുവിന് ഗേറ്റൊക്കെ തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ആദ്യം വഴിയൊക്കെ തെറ്റിയിട്ട് പിന്നെ നമ്മൾ വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത് സെറ്റാക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ ഇനി യാത്ര സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ശേഷം പിന്നെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 4:30-5 മണിക്കായിരിക്കും, അല്ല 6:15 അപ്പോൾ നമ്മളവിടെ എത്താറായപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തേക്കുന്നത്. നമ്മളൊരു 6:30 അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു സ്ഥലം കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതേപോലെ ഭയങ്കര കാറ്റായിരുന്നു. ഒന്നാമത്തെ ഇപ്പോൾ കാറ്റിൻ്റെ ടൈമാണ്. അതുപോലെ തന്നെ ഒരു പാടം കൂടെ ആയപ്പോൾ നല്ല തണുത്ത കാറ്റായിരുന്നു. കാത്തുവിനെ ഉറക്കത്തിൽ നിന്നിട്ട് കാറ്റ് കടിച്ചിട്ട് നല്ല സുഖത്തിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഏട്ടൻ കുറച്ച് ദൂരെയാണ് വണ്ടി കൊണ്ടിട്ടത്. എന്നിട്ട് അവിടെ നേട്ടം നടന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരുന്നു. കുഞ്ഞേ എവിടെ കുഞ്ഞ് അമ്മയുടെ കുഞ്ഞ് ആരെ പൂവത്തെ ചോദിച്ചോക്കിയ ആര് പൂവന്ന് പൂവാരാന്ന് പൂവാ കൂട്ടത്തിലാരാന്ന് തന്ന ചേട്ടനെ കൊത്തെ നോക്കിട്ടാ ഇങ്ങണ്ട് പറഞ്ഞു ചിരിക്കും. നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കാത്തുവിന്റെ കഴിഞ്ഞു കാത്തു ഫോട്ടോ എടുത്തില്ലേ? അപ്പൊ നമ്മുടെ ക്യാമറമാൻ ആരൊക്കെയാന്ന് അറിയാലോ. ഈ കുട്ടി കാത്തിന് ഇത്ര നേരം എടുത്തത് ആളാണ്. പേര് ഞാൻ മറന്നു. ഇത്ര വലിയ പണി ആൾക്ക് കൊടുക്കാല്ലേ? പണി കൊടുത്തതാണ്. ഇവനറിയാലോ. പിന്നെ നമ്മുടെ എല്ലാ വീഡിയോയിലും കാണുന്ന ആൾ തന്നെയാ. അല്ല, വീഡിയോയ്ക്ക് പിന്നിലുള്ള ആള്. ഭയങ്കര വിശ്വപ്രദമായ 3 റീൽസ് വിജയിച്ച ക്യാമറമാനാണ്. ഞങ്ങളെ ഇങ്ങനെ ക്യാമറമാൻ എടുത്ത റീൽസിൽ ഏറ്റവും വിജയിച്ച റീൽ വേണ്ടി വന്നു അല്ലേ? ഇത് കല്യാണത്തിന് അതാണ് ഏറ്റവും ഇതായത് കേട്ടാ. അപ്പൊ എന്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾ വണ്ടി വിളിച്ചു വരണമെന്ന്. അപ്പോൾ സച്ചിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴ്ത്തു കൊടുക്കാം കേട്ടോ. ഫോട്ടോസ് കല്യാണവർക്കെല്ലാം ഇതിനും വിളിച്ചാൽ മതി. അടിപൊളിയാണ്. നമ്മുടെ റീൽസൊക്കെ കണ്ടറിയാൻ പറ്റും. അതായത് നമ്മുടെ കുഞ്ഞിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ നമ്മുടെ വൈറലായ വീഡിയോൻ്റെ പിന്നിലുള്ള ആളാണ് കേട്ടോ സച്ച്. കുറേ പേര് ചോദിച്ചു കേട്ടാ. അല്ല, അത് അറിയില്ല. ആ വീഡിയോയിൽ എത്ര പേര് അറിയാം കമന്റ് ഇട്ട് കൊടുക്കണേ. വീഡിയോഗ്രാഫർ അതിന് ചോദിച്ചു കമന്റ് വന്നില്ലേ? വീഡിയോഗ്രാഫർ, എഡിറ്റർ, സോങ് സെലക്ഷൻ അടിപൊളിയാണ്. ആ 3 ഇവന്റെ ഒറ്റ ഇത് തന്നെയാണ്. അപ്പൊ നമുക്ക് പോയാലോ വെച്ചോ? രാവിലെ അല്ല, നമ്മള് രാവിലെ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്താ? രാവിലെ നമ്മള് 4 മണിക്കാവുമ്പോ 4:30 ആകുമ്പോഴത്തേക്ക് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സമയം 8:30-9 മണിയാവാനാ പോണെ. ലൊക്കേഷൻ കണ്ടിട്ട് ഏതെങ്കിലും പടത്തിലുണ്ടോ എന്ന് പറയണം കേട്ടോ. ഓക്കെ, ഇതാണ് കാഴ്ച. ഏതെങ്കിലും പടത്തിലുണ്ടോ ഈ ഒരു ഐറ്റം എന്നുള്ളത് പറയണം. ഓക്കെ, കമൻറ്റ് ചെയ്യാം. നമ്മൾ ഈ അറ്റത്തും വണ്ടി അതാ അങ്ങ് നമ്മളെ വണ്ടി ആ അറ്റത്താട്ടാ. കാരണം ഇവിടെയൊക്കെ ചെറിയ റോഡാണ്, ഒറ്റ വണ്ടിക്കുള്ള സ്പേസ് തന്നെ ഉള്ളൂ. അപ്പോൾ അവിടെ കൊണ്ട് നിർത്തി കൊടുക്കണം. നല്ല നടക്കട്ടെ. പിന്നെ പോവാ. വേണ്ടായിരുന്നു, കുറച്ച് റോഡ് വീട്ടൊക്കെ കൂട്ടാമായിരുന്നു.
പോട്ടെ അവിടെ വരെ എത്തട്ടില്ല. നമ്മളെ കുറച്ചും കൂടി ബുദ്ധിമുട്ടാവും അവിടെ. അപ്പോൾ ഇതാ ഞങ്ങൾ വീടെത്തി, കാത്തൂന് വീട്ടിൽ കൊണ്ടാക്കി. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ മേക്കപ്പ് ബോക്സ് വൃത്തിയാക്കാട്ടോ. അത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ക്ലീനിങ് പരിപാടിയാണ്. അപ്പോൾ അത് ക്ലീൻ ആക്കലാണ്. അതെ പറഞ്ഞാ എന്നെ കാണണ്ട കൃത്യമായിട്ട്. ഓക്കെ, അപ്പം ഞാൻ തുടച്ചിട്ട് ഇപ്പോൾ വരാം. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് വേഗം വരട്ടെ. ബ്രഷ് ക്ലീനിങ് ആണ് അല്ലേ? ഒന്ന് ക്ലീൻ ചെയ്ത് ഞങ്ങളുടെ പരിപാടി വേഗം തീർത്തിട്ട് വരാം. ഓക്കെ, ഞങ്ങൾ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നിന്ന് പോകും. അപ്പോൾ ഞങ്ങളുടെ പരിപാടി നിൽക്കും. അതാണ് ഞങ്ങൾ ഓടിപ്പോയി ചെയ്ത്. അപ്പോൾ ഞങ്ങൾ നോക്കട്ടെ ബാക്കിയുള്ള പണി.